ഹേയ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഗൂൺ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ലഗൂൺ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തതാണ്. കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പോവില്ല. ഞാനിത് പ്രഷർ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല വേവുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും 1 നുള്ള് ഗരം മസാലയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട്, പിന്നെ ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതാ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ഞാനിത് ഒരു 8 വിസിലോളം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, പിന്നെ ലോ ഫ്ലെയിമിലാണ് അങ്ങനെ ബാക്കിയുള്ളത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമുക്കിതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 4 വലിയ സൈസിലുള്ള ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തതാണ്, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പിൻ്റെ അളവൊന്നും കറക്റ്റ് പറയുന്നില്ല കേട്ടോ, ആവശ്യത്തിന് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ ഗോൾഡൻ കളർ ആകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഉള്ളിയൊക്കെ വഴറ്റുന്ന ടൈമിൽ പെട്ടെന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യലാണ്, വേവിച്ചെടുക്കലാണ് കേട്ടോ നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇനി ഇതാ 4 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഞാനിങ്ങനെ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലില്ല. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മേലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കും, എന്നിട്ട് ലിഡ് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കൽ. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ, തക്കാളി പെട്ടെന്ന് കുക്കായി വരാനുള്ള ഒരു ടിപ്പാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും തക്കാളി. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ക്രഷ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു 5-6 പച്ചമുളകും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ എരിവ് നല്ല കൂടുതലായിരിക്കും, അത് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു റോസ്മല്ലി പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ ഒരു ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ ഒരു സ്റ്റോക്കോട് കൂടെ തന്നെ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുണ്ടല്ലോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചിക്കന് മസാല പിടിക്കാൻ ഒത്തിരി പാടാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡറും 1/4 ടീസ്പൂൺ തന്നെ ഫെനൽ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ജീരകം പൊടിച്ചതില്ലേ, 2 ജീരകവും, വലിയ ജീരകവും ചെറിയ ജീരകവും, എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതാ നമ്മളെ ആ ഒരു മസാലേൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വറ്റിച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്, ഇത്രയും ഗ്രേവിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും 1 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണ് നല്ല തിക്കായിട്ടുള്ള കേടും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കേടാ യോഗട്ട് എന്ത് വേണേലും ചേർക്കുക. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ലെമൺ ജ്യൂസും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഞാനിതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതാണ് നെയ്ച്ചോറ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പീസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. 2 ഗ്രാമ്പു 2 പട്ടയും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ, മൂപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ച് ട്രെയിൻ ചെയ്തിട്ടുള്ള അരി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 2 കപ്പ് അരിയാണ്. അപ്പോൾ അത് ഈ ഒരു ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് അരി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത്. ഞാൻ 2 ടൈപ്പിൽ നെയ്ച്ചോറ് വെക്കുന്നതും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. കൂടുതൽ എങ്ങനെ റോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, അരിയെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകും. കൈമാ റൈസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചെറിയ ടൈപ്പിലുള്ള അരിയല്ലേ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം നല്ലൊരു മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ട്. നല്ല ചൂടാക്കിയ നല്ല തിളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാനുണ്ട്, വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണമെന്നുള്ളത്.
എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇടയിലൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡിയാവും. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നെയ്ച്ചോറിനത്. ഇനി നമുക്കുണ്ടല്ലോ ഇതിലുള്ള പകുതി നെയ്ച്ചോറ് ഒന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെയാണ് ദമ്മിട്ടെടുക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി പോർഷൻ ഒന്ന് മാറ്റി കൊടുക്കലാണ്. ഇനി ഇതാ ഒരു നുള്ളി ഗരം മസാല ചോറിൻ്റെ മേലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളി മതിയാവും. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിയിലൊന്നും ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ടൈമിൽ കരിയാണ്ട് നോക്കണം, അല്ലെങ്കിൽ ഫ്ലേവർ മാറിപ്പോവും. അപ്പോൾ ഇനി കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുത്തിട്ട് ചോറും കൂടെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് 2-3 ലെയറായിട്ടും ചെയ്തെടുക്കുക, ഇങ്ങനെ ഒരു സിംഗിൾ ലെയറിലും ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സിംഗിൾ ലെയറായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതാ ചോറിലൊന്ന് മേലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്കിതിൻ്റെ മേലെയും കൂടെ കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, ഓപ്ഷണലാണത്. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ച് പോട്ടിൻ്റെ ഒരു മേൽഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ലിഡിൻ്റെ ഒരു ഹോൾ ഉണ്ടല്ലോ, അതൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് സ്റ്റീം തീരെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദമ്മിട്ടിട്ട് എടുക്കാം. പിന്നെ ഫ്ലെയിമിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ മാത്രം നമ്മൾ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല സ്മെല്ലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് റെസിപ്പീസ് എല്ലാം ആയിട്ട് വരുന്നവരേക്കും ബൈ.